നമുക്ക് റോമർ അധ്യായം 3 തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. റോമർ അധ്യായം 3. ഞാൻ 19 വാക്യം മുതൽ വായിക്കാം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നിങ്ങൾ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് നിയമവും കൃപയും താരതമ്യം ചെയ്ത് പരിഗണിക്കേണ്ടതുണ്ട്. താൻ പാപിയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ലോകത്തിന് ന്യായപ്രമാണം നൽകിയതെന്ന് ഈ സമ്മേളനത്തിൽ നാം കേട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങളിവിടെ 19 വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ അത് പറയുന്നു, ന്യായപ്രമാണം പറയുന്നതെല്ലാം നാം അറിയുന്നു. ന്യായപ്രമാണം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ന്യായപ്രമാണം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവർ ന്യായം വിധിക്കപ്പെടും. ഇതാണ് കാര്യം. അതിനാൽ മനുഷ്യൻ ന്യായവിധിക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് ന്യായപ്രമാണം പറയുന്നു. വാക്യം 20. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ദൈവം മുൻപാകെ നാം നീതിമാന്മാരായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം മുൻപാകെ നിലനിൽക്കുവാനാകില്ല എന്നിവിടെ പറയുന്നു. ദൈവം വസിക്കുന്ന ലോകമാണ് സ്വർഗം. ദൈവം വസിക്കുന്ന ലോകമാണ് സ്വർഗം. ദൈവം നീതിമാനും ദൈവം പരിശുദ്ധനുമാണ്. അതിനാൽ ദൈവരാജ്യത്തിലേക്ക് പോകുന്നതിന് ദൈവത്തെ പോലെ നാമും നീതിമാനമായിരിക്കണം. പക്ഷേ അവൻ്റെ പ്രവർത്തികളാൽ ഈ ലോകത്ത് ആരെയും ദൈവം മുമ്പാകെ നീതീകരിക്കുവാനാവില്ല. ഇതാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. ഈ ലോകത്തിലെ ഓരോരുത്തരും നീതിനിഷ്ഠമായ ജീവിതം നയിക്കുവാൻ സ്വന്തം പ്രയത്നങ്ങളാൽ കഠിനമായി ശ്രമിക്കുന്നു. ഇത് എല്ലാ മതങ്ങളുടെയും സവിശേഷതയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനകം പലതവണ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ മതങ്ങൾ മനുഷ്യൻ സ്വന്തം ശക്തിയിലൂടെ നീതിമാനമാകാനുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാണ് മതം. എന്നാൽ ഇത് തികച്ചും അസാധ്യമാണ്. ഇവിടെ 21 വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഇവിടെ പറയുന്നത് നോക്കൂ. ദൈവം നീതിമാനാകുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടുവെന്ന് അത് പറയുന്നു. ദൈവം നീതിമാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പോലെ നീതിമാനാകുവാൻ മനുഷ്യൻ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നീതി സ്വീകരിക്കണം. അങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ നിങ്ങളിവിടെ വായിക്കുകയാണെങ്കിൽ 21 വാക്യം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ വാക്യം 21 വായിക്കുകയും ഞാൻ ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ന്യായപ്രമാണം കൂടാതെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ആളുകൾ നീതിമാന്മാരാകുവാൻ കഠിനമായി ശ്രമിക്കുന്നു. എന്നാൽ അത് മനുഷ്യൻ്റെ നീതിയാണ്, മനുഷ്യൻ്റെ നേർമ.
ഉദാഹരണത്തിന്, കയീൻ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിച്ചു. ഇത് മനുഷ്യൻ്റെ നീതിയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഈ നീതി ഒരിക്കലും ദൈവം മുമ്പാകെ അംഗീകരിക്കുവാനാകുകയില്ല. അതിനാൽ ദൈവം തൻ്റെ നീതിയെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് മനുഷ്യനെ അവൻ ധരിക്കും. ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ മനുഷ്യനും ദൈവത്തിൻ്റെ നീതി സ്വീകരിക്കുവാനും നീതിമാനാകാനും ദൈവരാജ്യത്തിലേക്ക് പോകാനുമാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത്. കഴിഞ്ഞ തവണ യേശു ക്രൂശിൽ രക്തം ചൊരിയുകയും മരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ രക്തത്താൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുവെന്നും അവൻ നമ്മുടെ പാപങ്ങളുടെ വില കൊടുത്തുവെന്നും നമ്മൾ മനസ്സിലാക്കി. ഏകദേശം നമ്മൾ ചിന്തിച്ചത് ഇതാണ്. ആ വസ്തുതയ്ക്കും അർത്ഥം യേശു തൻ്റെ രക്തം ചൊരിയുകയും നമ്മുടെ പാപങ്ങൾ തുടച്ചു നീക്കുകയും ചെയ്തതിനാൽ നാം അങ്ങനെ നീതിമാനായി തീർന്നുവെന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. വാക്യം 22, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ആളുകൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി അവരിലേക്ക് വരുന്നു. അങ്ങനെ മനുഷ്യൻ നീതിമാനാണെന്ന് അംഗീകരിക്കപ്പെടുന്നു. ദൈവം നീതിമാനാണ്, ദൈവം മുമ്പാകെ നിൽക്കുവാൻ കഴിയും. അപ്പോൾ 24 വാക്യത്തിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായി നൽകുന്ന ഒന്നാണ് കൃപ. എല്ലാവരും അവൻ്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവകൃപയാൽ നാം ഇപ്പോൾ നീതിമാന്മാരെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. നമുക്കിപ്പോൾ റോമർ അധ്യായം 10 തിരിക്കാം. റോമർ അധ്യായം 10, ഞാൻ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, 2 തരം നീതിയുണ്ട്. 3 വാക്യത്തിൽ അത് പറയുന്നു, അവർ ദൈവത്തിൻ്റെ നീതിയെ അറിയാത്തതിനാൽ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അവർ ശ്രമിച്ചു. അതിനാൽ ഈ 2 തരത്തിലുള്ള നീതിയുണ്ട്. അവരുടെ സ്വന്തം നീതിയും ദൈവത്തിൻ്റെ നീതിയും. എന്താണ് അവരുടെ സ്വന്തം നീതി? പാപങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളാണ്. അവരുടെ അർപ്പണബോധമുള്ള പ്രാർത്ഥനകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവരുടെ വ്യാകുത, നിയമം പാലിക്കുവാനുള്ള അവരുടെ തീക്ഷ്ണത എന്നിവയാണ്. ഇതാണ് മനുഷ്യൻ്റെ സ്വന്തം നീതി. ആളുകൾക്ക് ഈ വലിയ തീക്ഷ്ണതയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള അറിവില്ലാതെ ഇതെല്ലാം പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. ദൈവം അതൊന്നും അംഗീകരിക്കുന്നില്ല. തൽഫലമായി ആളുകൾ ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ അവർ അവനിൽ ഒരു മതപരമായ രീതിയിൽ വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും അവർ സ്വന്തം നീതിയും സ്വന്തം തീക്ഷ്ണതയും പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പിന്നീട് അത്തരം ആളുകൾക്ക് ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം മനുഷ്യൻ്റെ നീതിയെ അംഗീകരിക്കുന്നില്ല. അതിനാൽ കഴിഞ്ഞ ദിവസം നാം കണ്ടു, മത്തായി സുവിശേഷം 7 അധ്യായത്തിൽ നാം വായിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ, അത് അവരുടെ സ്വന്തം നീതിയാണ്. ഞങ്ങൾ ഭൂതങ്ങൾ പുറത്താക്കിയില്ലേ, അതും അവരുടെ സ്വന്തം നീതിയാണ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചില്ലേ, പക്ഷേ അതും അവരുടെ സ്വന്തം നീതിയാണ്. എന്നാൽ യേശു വന്ന്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക. ഇതാണ് യേശു പറയുന്നത്. ഈ ആളുകൾ സ്വന്തം നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടാതെ
7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ മത്തായി സുവിശേഷം നാം വായിക്കുമ്പോൾ ഇങ്ങനെ യേശു പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. എന്നാൽ ഈ മണൽ എന്താണ്? ആളുകൾ സ്വന്തം നീതിയിൽ വീട് പണിയുന്നു. അവർ പറയുന്നു, ഞാൻ പള്ളിയിൽ വഴിപാടുകൾ നടത്തി, അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പതിവായി പോയി, ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, ഞാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു, ഞാനൊരു ഡീക്കണായിരുന്നു. അങ്ങനെ പലതും അവർ പറയും. ഇവയെല്ലാം മണൽത്തരികൾ പോലെയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അവർ മണൽത്തരികൾ പോലെയാണ്. അവർ ഇതെല്ലാം ശേഖരിച്ച് അവയിലൊരു വീട് പണിയുന്നു. അവരൊരു വീട് അതിൽ പണിയുന്നു. അവർ ആ മണലിന്മേൽ ഒരു വീട് പണിയുന്നു. പക്ഷേ കാറ്റടിച്ച് മഴ വരുമ്പോൾ ഈ വീട് തകരുന്നു, അത് താഴേക്ക് വീഴുന്നു. മണൽ മാറ്റി അതിന് മുകളിൽ വീട് പണിയുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. 3-ാം വാക്യം, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നോക്കൂ, ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാൻ ആളുകൾ ഉത്സാഹം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴടങ്ങുന്നില്ല. അവർ ദൈവത്തിനെതിരെ മത്സരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ നീതി എന്താണ്? എന്താണ് ദൈവത്തിൻ്റെ നീതി? ഇതാണ് ചോദ്യം. നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 1 തിരിക്കാം. റോമർക്ക് തൊട്ടു പിന്നാലെയുള്ള പുസ്തകമാണിത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. യേശു ദൈവപുത്രനായതിനാൽ അവൻ ദൈവത്തിൽ നിന്നാണ് വന്നത്. ക്രിസ്തുയേശു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, എന്താണ് ദൈവത്തിൻ്റെ നീതി? യേശുവാണ് ദൈവത്തിൻ്റെ നീതി. യേശുവിൽ പാപമില്ലായിരുന്നു. യേശു തികച്ചും നീതിമാനായിരുന്നു. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ ചെയ്തതെല്ലാം തികച്ചും നീതിയുള്ളതും ദൈവഹിതപ്രകാരമുള്ളവരുമായിരുന്നു. എന്നാൽ ഈ വേല എന്തായിരുന്നു? അത് എനിക്ക് വേണ്ടിയായിരുന്നു, അത് നമുക്ക് വേണ്ടിയായിരുന്നു. അതിനാൽ യേശു നമുക്ക് വേണ്ടി, നമുക്കായി ജ്ഞാനവും, നമുക്ക് വേണ്ടി ജ്ഞാനവും നമ്മുടെ നീതിയും ആയിത്തീർന്ന ദൈവത്തിൻ്റെതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നീതിമാന്മാരാകുവാൻ കഴിയുകയില്ല. നമ്മൾ പാപികളാണ്. അവൻ എൻ്റെ സ്ഥാനത്ത് നീതിമാനായിരുന്നു. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതി എൻ്റേതാകും. ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്ക് ശേഷം ആവർത്തിക്കുക. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ നോക്കുക, ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ നീതിമാനല്ല. പക്ഷെ ഞാൻ യേശുവിനെ നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടാണിത്? കാരണം യേശുവിൽ എൻ്റെ എല്ലാ പാപങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ അനീതികളും മൂടിയിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഇതാണ് ദൈവം. ദൈവം ഇപ്പോൾ എന്നെ കാണുമ്പോൾ അവൻ എന്നെ നേരിട്ട് നോക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. ഞാനൊരു പാപിയാണ്. എന്നാൽ ദൈവം എന്നെ നോക്കുമ്പോൾ, അവൻ എന്നെ നേരിട്ട് നോക്കിയാൽ
അവൻ ഒരു പാപിയെ കാണും, ഒരു പാപിയെ. എന്നാൽ ഇപ്പോൾ അവൻ എന്നെ യേശുവിലൂടെ ഇതുപോലെ നോക്കുന്നു. യേശുവിൻ്റെ ക്രൂശിലൂടെ അവൻ എന്നെ നോക്കുന്നു. അതിനാൽ അവൻ എൻ്റെ പാപം കാണുന്നില്ല. ഞാനൊരു പാപിയാണെന്ന് അവൻ കാണുന്നില്ല. യേശു നീതിമാനായതിനാൽ ദൈവം യേശുവിലൂടെ എന്നെ നോക്കുന്നു. അവൻ എന്നെ നീതിമാനായി കാണുന്നു. എന്തുകൊണ്ടാണിത്? കാരണം യേശു ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റത് അതും എനിക്ക് വേണ്ടിയായിരുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ പാപങ്ങളുടെ പ്രശ്നം യേശുവിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവം എന്നെ ഒരു പാപിയായി കാണുന്നില്ല. അവൻ എന്നെ നീതിമാനായി മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് റോമറിലേക്ക് മടങ്ങാം. അധ്യായം 4 നിന്ന് വായിക്കാം. റോമർ അധ്യായം 4. ഞാൻ 4-ാം വാക്യം മുതൽ വായിക്കാം. റോമർ 4, 4-ാം വാക്യം മുതൽ. ഞാൻ 4-ാം വാക്യം മുതൽ വായിക്കുന്നു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരാൾ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുകയും പിന്നീട് അവൻ്റെ ജോലിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നുവെന്ന് കരുതുക. അവൻ്റെ കൂലി കിട്ടുമ്പോൾ അവൻ്റെ കൂലി കൃപയാൽ സ്വീകരിക്കുമോ അതോ അവനോട് കടംപെട്ടിരിക്കുന്ന കടമാണോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അവർ ചെയ്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കുന്നു. അതിനാൽ അവന് നൽകുന്ന പണം കൃപയാലല്ല, അധ്വാനിക്കാത്തവനോട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ്. കാരണം നമ്മൾ പാപികളാണ്. ഇവിടെ ഭക്തിയില്ലാത്തവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാപി എന്നാണ്. ഭക്തിയില്ലാത്തവർ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡീക്കൺ എന്ന നിലയിൽ ഒരു വ്യക്തി തൻ്റെ കർത്തവ്യങ്ങൾ നന്നായി നിർവഹിക്കുകയും പള്ളിക്ക് ധാരാളം പണം നൽകുകയും അതിരാവിലെ പ്രാർത്ഥനകൾക്ക് പതിവായി പുറപ്പെടുകയും ചെയ്താലും ദൈവം അവരെ അംഗീകരിക്കുന്നില്ല. അതിനാൽ നാം ദൈവം മുമ്പാകെ ഒന്നും ചെയ്യാത്ത പാപികളാണ്. എന്നാൽ ഒന്നും ചെയ്യാത്ത പാപികൾ പാപനീതിമാനാണെന്ന് ദൈവം പറയുന്നു. താൻ ചെയ്ത അനേകം പാപങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ ആഴത്തിൽ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തി അതിനെക്കുറിച്ച് താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇത് പറഞ്ഞതിനാൽ ഇത് ശരിക്കും നല്ലതല്ലേ? ഇനി 6-ാം വാക്യം വായിക്കാം. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടാതെ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് വർണ്ണിക്കുന്നു. പ്രവൃത്തി കൂടാതെ എന്ന് അതിൽ പറയുന്നു. നിങ്ങൾ ദൈവത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവൻ അംഗീകരിക്കുന്ന ഒന്നും അവൻ നിങ്ങളെ നീതിമാന്മാരെ കണക്കാക്കുന്നു. ദാവീദ് അതാണ് ഇവിടെ പറയുന്നത്. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് നോക്കൂ. ന്യായീകരിക്കപ്പെടുന്ന എന്നതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമവിരുദ്ധമായ പ്രവൃത്തികൾ പാപങ്ങളാണ്, അല്ലേ?
അതുകൊണ്ട് ദൈവം നമ്മുടെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതാണ് കാര്യം. പാപങ്ങൾ ക്ഷമിക്കുവാൻ നീതിമാനാകുന്നു. ഒരു വ്യക്തി പാപം ചെയ്യാത്തത് കൊണ്ടല്ല നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. ദൈവം അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിച്ചു, അതുകൊണ്ട് അവർ നീതിമാന്മാരാണ്. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തതായി പറയുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാൻ. നിങ്ങളൊരു കോട്ടൺ ഇട്ടാൽ അത് എന്തെങ്കിലും മറയ്ക്കുന്നില്ലേ? ഇതൊന്ന് നോക്കൂ. താഴെയുള്ള ഈ വ്യക്തി ഒരു പാപിയാണ്. അവൻ പാപം ചെയ്തു. അവൻ ദൈവം മുമ്പാകെ പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഇത് എന്താണ് പറയുന്നത്? ഇവിടെ പാപം എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പാപം മറയ്ക്കുന്നത്? യേശു വന്നു, നിങ്ങൾക്കിപ്പോൾ പാപം കാണുവാൻ കഴിയുമോ? അത് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? യേശുവിൻ്റെ രക്തത്താൽ ഈ പാപങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. അവ മൂടിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഈ പാപം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. അതായത് മൂടി വച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഈ പാപം പൂർണ്ണമായും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഈ പാപം ഇനിയുണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പോൾ പാപം എന്ന വാക്ക് ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ എല്ലാ പാപത്തിൻ്റെ കറകളും യേശുവിൻ്റെ രക്തത്താൽ അത് മൂടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മുടെ എല്ലാ പാപങ്ങളെയും അവൻ മറച്ചു. അവൻ എല്ലാത്തിനെയും മറച്ചു. ഇതുപോലെ യേശു നമ്മുടെ പാപങ്ങളെ തൻ്റെ രക്തത്താൽ മറച്ചിരിക്കുന്നു. അവൻ ഇവയെല്ലാം മറച്ചിരിക്കുന്നു. അതിനാൽ ഈ വചനങ്ങൾ വായിക്കുന്നതിലൂടെ നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുന്നതിലൂടെ നമുക്ക് 8-ാം വാക്യം കൂടി വായിക്കാം. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് നോക്കൂ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പാപം കണക്കാക്കുന്നില്ലെന്ന് നിങ്ങൾ പൂർണ്ണ ഉറപ്പോടെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇത് പറയുവാൻ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. നാൽപ്പത്തിയാറാം വാക്യം. മത്തായി 27-ാം അധ്യായം 46-ാം വാക്യം. 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുരിശിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു വിളിച്ചത് ഇതാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? യേശുവിന് സ്വന്തമായി എന്തെങ്കിലും പാപമുള്ളത് കൊണ്ടല്ല ദൈവം ആ നിമിഷം അവനെ കൈവിട്ടത്. ഇഹലോകത്തിലെ മനുഷ്യർ രക്ഷപ്പെട്ടില്ലെങ്കിൽ, അവരുടെ ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിൽ വീഴുന്ന നിമിഷം അവർ നിലവിളിക്കും. ഒരു വ്യക്തിയെ നരകത്തിലേക്ക് തള്ളിയിടുന്ന നിമിഷം ദൈവം അവനെ ശാശ്വതമായി എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന നിമിഷമാണത്. അത് ശരിക്കും ഭയങ്കരമാണ്. അത് ശരിക്കും ഭയങ്കരമാണല്ലേ? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നിത്യമായി അങ്ങനെ തന്നെ അവസാനിക്കും. അവൻ എന്നേക്കുമായി നരകത്തിലേക്ക് എറിയപ്പെടും. എന്നാൽ യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തതിനാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു.
അതിനാൽ യേശുവിനെ ദൈവം ഉപേക്ഷിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. നമ്മെ നരകത്തിലേക്ക് തള്ളിയിരുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നാം നിലവിളിക്കുമായിരുന്നു. എന്നാൽ യേശു നമ്മുടെ സ്ഥാനത്ത് ആ വാക്കുകൾ നിലവിളിച്ചു. ഇനി നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. പുതിയ നിയമത്തിലാണ്. റോമർ അധ്യായം 4 അതിൻ്റെ 24 വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ സ്ഥാനത്ത് യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചതിനാൽ അവൻ മരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തു. നിങ്ങളവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കൂ. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാം. യേശു ക്രൂശിൽ മരിച്ചു, പിന്നെ അവനെ ഇതുപോലെ കല്ലറയിൽ അടക്കം ചെയ്തു. യേശു നമ്മുടെ പാപങ്ങൾ സ്വയം വഹിക്കുകയും ഇതുപോലെ അടക്കപ്പെടുകയും ചെയ്തു. പിന്നെ 3 ദിവസം കഴിഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മൾ നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു ഇത്. എന്തുകൊണ്ടാണത്? ഇപ്പോൾ നമ്മുടെ പാപങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ പാപങ്ങളുടെ പ്രശ്നം പരിഹരിച്ചുവെന്ന വസ്തുത യേശുവിൻ്റെ പുനരുദ്ധാനം സ്ഥാപിക്കുന്നു. അവൻ പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. പാപത്തിൻ്റെ ജീവിതമല്ല, അവനൊരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തു. അതിനാൽ ഈ പുതിയ ജീവിതം നീതിനിഷ്ഠമായ ജീവിതമാണ്. ഈ പുതിയ ജീവിതം അതിനിഷ്ഠമായ ജീവിതമാണ്. എൻ്റെ സ്ഥാനത്ത് യേശു മരിച്ചു. 3 ദിവസം കഴിഞ്ഞ് അവൻ വീണ്ടും എഴുന്നേറ്റു. ഇത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിനകം തന്നെ ഈ പുതിയ ജീവിതമുണ്ട്. അങ്ങനെ അവർ നീതിമാന്മാരാകുന്നു. ഇപ്പോൾ അധ്യായം 5 വാക്യം 1 നോക്കുക. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. അതിനാൽ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അതിനാൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നാം യാന്ത്രികമായി ന്യായീകരിക്കപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി. ഇനി നമുക്ക് ഗലാത്യർ അധ്യായം 3 തിരിക്കാം. ഗലാത്യർ 3 അധ്യായം 23 വാക്യം. 23 വാക്യം. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാടുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. വെളിപ്പെടുന്ന വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ അത് സത്യം തിരിച്ചറിയുന്ന കാര്യമാണ്. ബൈബിൾ തന്നെ ഒരു വെളിപ്പാടാണ്. എൻ്റെ ഹൃദയത്തിൽ വെളിപ്പാടിൻ്റെ വാക്കുകളിൽ സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ വെളിപ്പെടുന്ന ഈ വിശ്വാസം ഞാൻ സ്വീകരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കണം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. വഴിയരികെ വിതച്ച വിത്ത് വചനം കേൾക്കുകയും അത് എന്താണ് പറയുന്നത് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പ്രതിനിധീകരിക്കുന്നു. ഇത് സംഭവിക്കുന്ന ദുഷ്ടൻ വന്ന് അത് തട്ടിയെടുക്കുന്നു. ബൈബിളിലെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ധാരണയിൽ വരുന്നത് വെളിപ്പാടിലൂടെയുള്ള വിശ്വാസം സ്വീകരിക്കലാണ്. വിശ്വാസം വരുന്നത് വരെ മാത്രമേ ന്യായപ്രമാണത്തിന് കീഴിലുള്ളൂ. എന്നാൽ നാം മനസ്സിലാക്കുകയും വിശ്വാസം വരികയും ചെയ്തു കഴിഞ്ഞാൽ നാം ഇനി ന്യായപ്രമാണത്തിന് കീഴിലല്ല. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. എല്ലാവരും വിശ്വാസ ജീവിതം, നിയമം പാലിക്കുന്ന ജീവിതമല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം നേടിയ ജീവിതമാണ്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പുറമെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ഈ ചോദ്യം ഉയർന്നു വരുന്നു,
നാം ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതരായതിനാൽ ഇപ്പോൾ നമുക്ക് നിയമത്തിൻ്റെ കീഴിലല്ലാത്തതിനാൽ ഇപ്പോൾ നമുക്ക് തിന്നുകയും കുടിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയില്ലേ? ദൈവമുമ്പാകെ ഇനി ഒരു പാപവും ഇല്ലാത്തതിനാൽ നമുക്ക് ഇഷ്ടമുള്ളത് പാപങ്ങൾ ചെയ്യുവാൻ കഴിയില്ലേ? അങ്ങനെ പറഞ്ഞേക്കാവുന്ന ചിലരില്ലേ? എന്നാൽ അത് സാധ്യമല്ല. എന്തുകൊണ്ടാണത്? പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലാണ് നാം നമ്മുടെ ജീവിതം നയിക്കുന്നത്. അതിനാൽ നമ്മൾ ഇഷ്ടമുള്ളതുപോലെ പാപങ്ങൾ ചെയ്യുന്നില്ല. അതാണ് രക്ഷ. ഓ, ഞാൻ കാണുന്നു. അങ്ങനെ ഞാൻ ഈ സത്യം മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതനാകും. എന്നിട്ടും എനിക്ക് ഇഷ്ടമുള്ള പാപങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് രക്ഷ. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് രക്ഷയുടെ ജീവിതം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ന്യായപ്രമാണം വലിച്ചിഴക്കപ്പെടുന്നു. അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ നിർബന്ധിതനാകുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം രാവും പകലും പോലെയാണ്. ഇവിടെ 24 വാക്യത്തിൽ പറയുന്നത് നോക്കുക. അതുകൊണ്ട് ക്രിസ്തു വരുന്നതുവരെ ന്യായപ്രമാണം നമ്മുടെ കാവൽക്കാരനായിരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പങ്കെന്താണ്? ന്യായപ്രമാണം നമ്മെ യേശുവിലേക്ക് നയിക്കുന്നു. ഇന്നലെ നമ്മൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം പഠിക്കുകയായിരുന്നു. 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അവൾ ഒരു പാപിയായിരുന്നു. പിന്നെ ആരാണ് അവളെ വലിച്ചിഴച്ചത്? നിയമമാണ് അവളെ വലിച്ചിഴച്ചത്. ശാസ്ത്രിമാരും പരീശന്മാരും അവർ നിയമമുള്ള ആളുകളായിരുന്നു. അവർ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വലിച്ചിഴച്ചു. അവർ അവളെ യേശുവിൻ്റെ മുൻപാകെ കൊണ്ടുവന്നു. ഈ സ്ത്രീ വ്യഭിചാര പ്രവർത്തനയിൽ പിടിക്കപ്പെട്ടു എന്ന് അവർ അവനോട് പറഞ്ഞു. മോശയുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിയണം. അത് ന്യായപ്രമാണം അവളെ കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളമായിരുന്നു. അതിനാൽ നിയമം പറഞ്ഞു, നീ ഒരു പാപി, ഒരു പാപിയാണെന്ന്. നിയമം പാപിയെ ചൂണ്ടിക്കാട്ടുകയും ആ വ്യക്തി യേശുവിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ന്യായപ്രമാണം പിൻവലിച്ചു. യേശു സംസാരിച്ച ഉടനെ ന്യായപ്രമാണം പിൻവലിച്ചു അല്ലേ? അതുകൊണ്ട് ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ രക്ഷാധികാരിയാണ്. തങ്ങൾ പാപികളാണെന്ന് അറിയാത്ത ആളുകളെ അവർ പാപികളാണെന്ന് ന്യായപ്രമാണം പഠിപ്പിക്കുന്നു. എന്നാൽ അവരെ യേശുവിൻ്റെ മുൻപാകെ കൊണ്ടുവന്നയുടൻ ന്യായപ്രമാണം പിൻവലിക്കപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അതുകൊണ്ട് നമ്മൾ പാപികളാണെങ്കിലും ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു. നമ്മൾ ഇന്നലെ ഇത് പഠിച്ചു. അതിനാൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു കുറ്റം വിധിച്ചോ? അതോ അവൻ അവളോട് ക്ഷമിച്ചോ? നിങ്ങൾ നോക്കുക. വിധിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. കർത്താവ് അവളുടെ പാപം അംഗീകരിച്ചില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വാക്യം 25 നോക്കുക. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിൽ അല്ല. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല. നമ്മളിനി ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ജീവിതം തീർച്ചയായും ന്യായപ്രമാണം പാലിക്കുന്ന ജീവിതമല്ല, പരിശുദ്ധാത്മാവിനനുസരിച്ചുള്ള ജീവിതമാണ്. ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഇനി അടുത്ത വാക്യം എനിക്ക് ശേഷം ആവർത്തിക്കുക. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങളിവിടെ നോക്കുക. നിങ്ങൾ എല്ലാവരും വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അതിൽ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ വാക്യം 27 നോക്കുക. എനിക്ക് ശേഷം ആവർത്തിക്കുക. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ
ധരിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും വിശ്വാസത്തെ ദൈവത്തിൻ്റെ മക്കളാണ്. ആ രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങളൊരു കേണലിൻ്റെ യൂണിഫോം ധരിച്ചാൽ നിങ്ങളൊരു കേണലിനെ പോലെയായി. നിങ്ങളൊരു 2ാം ലെഫ്റ്റനൻറ്റിൻ്റെ യൂണിഫോം ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2ാം ലെഫ്റ്റനൻറ്റിൻ്റെ പോലെയായി. അതുപോലെ നിങ്ങളൊരു പാപിയാണെങ്കിലും നിങ്ങൾ ദൈവപുത്രനെ ധരിക്കുമ്പോൾ നിങ്ങൾ ദൈവമക്കളായി മാറുന്നു. അതിനാൽ നിങ്ങളിത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിലെ സ്നാനം സ്വീകരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിലെ സ്നാനമേറ്റു. അതിനാൽ നാം യേശുവിനൊപ്പം കുട്ടികളായി തീർന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നാം യേശുവിനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാം സ്നാനമേറ്റത്. അതുകൊണ്ട് നമുക്ക് എബ്രായർ 10-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പതിനേഴും 18 വാക്യങ്ങൾ. എനിക്ക് ശേഷം ആവർത്തിക്കുക. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതിൽ പറയുന്നത് നോക്കൂ, ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഇനി ഞാൻ ഓർക്കുകയില്ല. ദൈവം കള്ളം പറയുമെന്നോ സത്യം പറയുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടോ? ആ സാഹചര്യത്തിൽ അത്രമാത്രം ഏറ്റവും നന്നായി വിശ്വസിക്കുന്ന ഒരു കുഞ്ഞാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ മുലയിൽ കുടിക്കുന്ന ഒരു കുഞ്ഞിന് ഒന്നും അറിയില്ല. അത് അമ്മയെ നോക്കി സന്തോഷിക്കുന്നു. അത് അമ്മയുടെ കൈകളിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയും. അത് അതിൻ്റെ ഡയപ്പർ നനയ്ക്കുമ്പോഴോ മലിനമാക്കുകയും ചെയ്യുമ്പോഴോ അത് ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്യുന്നു. പക്ഷേ വിഷമിക്കേണ്ട, അതാണ് വിശ്വാസം. ദൈവത്തിന് മുന്നിൽ നമ്മൾ കൊച്ചുകുട്ടികളെ പോലെയാണ്. ഒരു ചെറിയ കുഞ്ഞിന് എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അത്ര അസ്വസ്ഥനല്ല. കർത്താവേ കർത്താവേ, പിതാവേ പിതാവേ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും കരയേണ്ട ആവശ്യമില്ല. അത് യഥാർത്ഥ വിശ്വാസമല്ല. സമാധാനത്തോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ജീവിതമല്ല. അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും പിതാവേ പിതാവേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അവർക്ക് അസ്വസ്ഥ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ അവർ വീണ്ടും വീണ്ടും പറയുന്നു പിതാവേ പിതാവേ എന്ന്. അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനാൽ വിശ്വാസം എന്ന വാക്കിൻ്റെ കാര്യം വരുമ്പോൾ അത് ദൈവവചനത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ഞങ്ങൾ ദൈവവചനം വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ശരിക്കും ആശ്വാസം ലഭിക്കും. ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചുവെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും. ദൈവം പറയുന്നു അവൻ നിൻ്റെ പാപം ഓർക്കുന്നില്ല. അതിനെല്ലാം കഴിഞ്ഞു. 18-ാം വാക്യം ഒന്നുകൂടി നോക്കാം. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനി ദൈവമുമ്പാകെ നിങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൂർണ്ണമായും ക്ഷമിക്കപ്പെട്ടതിനാൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഉയർന്നു വരുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇനി പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണോ അതിനർത്ഥം? അവൻ പാപം ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇവിടെ എന്ത് പറയുന്നെന്ന് നോക്കൂ.
ഈ വാക്കുകൾ രക്ഷിക്കപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുന്നു. നാം പാപം ചെയ്താൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. തീർച്ചയായും നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ വന്നാൽ നിങ്ങൾ കരയുന്നു. എന്നാൽ നിങ്ങളുടെ പാപങ്ങളുടെ പാപമോചനത്തിനായി ഏറ്റുപറയുന്നതും യാചിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ലളിതമായി സത്യസന്ധമായി നിങ്ങളുടെ പാപങ്ങൾ ദൈവമുമ്പാകെ ഏറ്റുപറയുകയാണെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും. തീർച്ചയായും അടിസ്ഥാനപരമായി നിങ്ങൾ ഇതിനകം ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ഇപ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നോക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുന്നു. നാം പാപം ചെയ്താൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഒരു വ്യക്തി പാപം ചെയ്യുകയാണെങ്കിൽ, അവൻ പാപം ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനുള്ളതുകൊണ്ട്, നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കുള്ളതുകൊണ്ട്, അതിനാൽ രക്ഷയ്ക്ക് ശേഷം നാം ചെയ്യുന്ന പാപങ്ങൾക്കായി കർത്താവ് ഇപ്പോൾ മഹാപുരോഹിതനായി അതിവിശുദ്ധ സ്ഥലത്ത് യാഗമായി അർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പോലും ഞാൻ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി യേശു ദൈവം മുമ്പാകെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ പാപങ്ങൾക്കായി നാം വിധിക്കപ്പെടുമെന്നോ നരകത്തിൽ പോകേണ്ടി വരുമെന്നോ ഇതിനർത്ഥമില്ല. ഇതങ്ങനെയല്ല. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന നമ്മുടെ ജീവിതമാണെങ്കിലും നമ്മുടെ ജഡത്തിൽ ഇപ്പോഴും പാപത്തിൻ്റെ സ്വഭാവം ഉള്ളതിനാൽ നാം പാപങ്ങളിൽ അവസാനിക്കുന്നു. എന്നാൽ നാം വീണ്ടും പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി ആ പാപങ്ങളാൽ അസ്വസ്ഥമാകുന്നു. എന്നാൽ കർത്താവ് ഇപ്പോഴും ദൈവമുമ്പാകെ നമ്മുടെ വക്താവായതിനാൽ ആ പാപങ്ങൾ നമ്മെ നാശത്തിലേക്കോ ന്യായവിധിയിലേക്കോ നയിക്കുന്നില്ല. എന്നാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒന്നുണ്ട്. നമുക്ക് ഒരു കാര്യം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം. ഞാൻ 30-ാം വാക്യം മുതൽ വായിക്കാം. വാക്യം 30. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കലിക്കയാകുന്നു. ഇവിടെ എന്ത് പറയുന്നു നോക്കൂ. നമുക്ക് ആദ്യം 32-ാം വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അത് പറയുന്നു, നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെട്ടാൽ നരകത്തിലേക്ക് പോകും. അതാണ് ന്യായവിധി. എന്നാൽ അത് പറയുന്നു, ഞങ്ങൾ അച്ചടക്കം പാലിക്കുന്നു. ഒരു മകൻ തൻ്റെ പിതാവിനെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പിതാവ് മകനെ തല്ലിയേക്കാം, അവൻ്റെ പാപത്തെക്കുറിച്ച് അവനെ ബോധവാന്മാരാക്കുവാൻ. അതാണ് അച്ചടക്കം. അച്ചടക്കം പാലിക്കുക എന്നതിനർത്ഥം നരകത്തിലേക്ക് അയക്കുക എന്നല്ല. എന്നാൽ ജഡത്തിൽ നിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അത് വളരെ വ്യക്തമായി പറയുന്നു അല്ലേ? എനിക്ക് ശേഷം ആവർത്തിക്കുക. അങ്ങനെ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. ലോകം ശിക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ലോകം ന്യായവിധിക്കപ്പെടുമെന്നാണ്, നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നാണ്. രക്ഷിക്കപ്പെടാത്ത എല്ലാ ആളുകളും അതാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടതിനാൽ ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്യുന്ന പാപങ്ങൾ ജഡത്താൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജഡം അച്ചടക്കം പാലിക്കണം. എന്താണ് ഈ അച്ചടക്കം? 30-ാം വാക്യം നോക്കുക. അതുകൊണ്ട് നിങ്ങളിൽ പലരും ബലഹീനരും ശാരീരികമായി ദുർബലമായ ആളുകളും രോഗികളും അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർ മരിച്ചുവെന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡയപ്പർ വൃത്തികേടായതിന് ഒരു കുഞ്ഞിനെ അമ്മ അടിക്കുമോ? അവൾ ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ അച്ചടക്കം പാലിക്കുന്നില്ല.
നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇപ്പോൾ രക്ഷിക്കപ്പെടുന്ന ശിശുക്കൾക്ക് ശിക്ഷണമില്ല. അവരുടെ വിശ്വാസം അല്പം വളരുമ്പോൾ അവർ അച്ചടക്കത്തിലാകുന്നു. ഈ ശിക്ഷണം സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതിനാൽ ബലഹീനനാകുന്നത് ഒരച്ചടക്കമാണ്. പിന്നെ രോഗിയാകുന്നത് ഒരച്ചടക്കമാണ്. മരണം പോലും ഒരു തരം ശിക്ഷണമാണ്. ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം. പക്ഷേ അതും ഒരു തരം അച്ചടക്കമാണ്. ഒരു വ്യക്തിയുടെ ബിസിനസ് പരാജയപ്പെടുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു അപകടം സംഭവിച്ചാൽ അവൻ ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം ഒരു തരം ശിക്ഷണമായിരിക്കാം. എനിക്കിതിലേക്ക് വിശദമായി പോകുവാൻ കഴിയില്ല. എന്നാൽ ചിലപ്പോൾ നാം പാപം ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷണം പ്രാപിക്കുന്നു. അത്തരത്തിലുള്ള അച്ചടക്ക ശിക്ഷയുമുണ്ട്. അതിനാൽ അത് അച്ചടക്കത്തോടെ അവസാനിക്കുന്നു. ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നമുക്കിപ്പോൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഇവിടെ നിങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ കൊരിന്തിലെ സഭയുള്ള വിശ്വാസികൾക്കിടയിൽ എന്ന് അർത്ഥമാക്കുന്നു. കൊരിന്ത്യർ സഭയിലെ വിശ്വാസികളെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ അതിനർത്ഥം രക്ഷിക്കപ്പെട്ട ആളുകൾ എന്നാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ലൈംഗികമായിരിക്കുന്ന അധാർമികതയിൽ ഏർപ്പെട്ടു. ഇത് എന്ത് തരത്തിലുള്ള ലൈംഗിക അധാർമികതയായിരുന്നു? ഇതൊരു വ്യക്തിയുടെ പിതാവിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ അത് അവൻ്റെ രണ്ടാമനമ്മയെ അർത്ഥമാക്കുന്നു. അങ്ങനെ ഈ വ്യക്തി സ്വന്തം രണ്ടാമനമ്മയുമായി ലൈംഗിക പാപം ചെയ്തു. കൊരിന്തിൻ്റെ പ്രദേശം ഗ്രീസിലാണ്. കൊരിന്ത്യ സഭയിൽ വിശ്വാസികൾക്കിടയിൽ ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി ഇത് വലിയ ആശങ്കയുള്ള കാര്യമായി കരുതുന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയോടൊപ്പം ശയിച്ചു പാപം ചെയ്തു. എന്നാൽ ഇത് ശരിക്കും ഭയങ്കരമായ പാപമാണ്. പിന്നെ ഈ വ്യക്തിക്ക് ഇത് എന്ത് സംഭവിച്ചു? വാക്യം 5 നമുക്ക് നോക്കിയാൽ, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരുന്നു. നാം രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. നാം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണയിലാണ്. എന്നാൽ നാം ഒരിക്കലും അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നമ്മെ കൈവിടും. ഒരു വ്യക്തിയെ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവൻ ഉടനെ മരിക്കും. രക്ഷിക്കപ്പെടാത്ത ആളുകളെ അങ്ങനെ മരിക്കുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകൾ ഉപേക്ഷിക്കപ്പെട്ടാൽ, സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടാൽ ഉടൻ അവർ മരിക്കും. അതിനാൽ നിങ്ങളിവിടെ നോക്കിയാൽ അത് പറയുന്നു, ആത്മാവ് കർത്താവ് യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആ വ്യക്തിയുടെ ആത്മാവ് കർത്താവ് വീണ്ടും വരുമ്പോൾ വീണ്ടും ജീവിക്കും. തീർച്ചയായും അവൻ ജഡത്തിൽ ഉയർപ്പിക്കപ്പെടും. അതിനാൽ മരണത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന ഒരു തരത്തിലുള്ള ശിക്ഷണവുമുണ്ട്. ഇത് പാപത്തിനുള്ള ശിക്ഷയല്ല, അതൊരു തരം അച്ചടക്കമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പാപങ്ങളുടെ മോചനം വരുമ്പോൾ അത് തികഞ്ഞതാണ്. അത് കുറച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല, അത് റദ്ദാക്കപ്പെട്ട ഒന്നല്ല. എന്നാൽ നാം പാപം ചെയ്താൽ നമുക്ക് ശിക്ഷയുണ്ട്. മരണത്തിന് പോലും കാരണമായേക്കാവുന്ന ശിക്ഷയുമുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി താൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പാപം ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് കരുതരുത്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില ശിക്ഷണവും ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ രക്ഷ അത് മാറ്റുവാൻ കഴിയുന്നതല്ല, അതൊരു നാൾ മാറ്റുവാൻ കഴിയുന്നുള്ളതല്ല, അത് കഴിയുകയില്ല. കാരണം ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നത് നമുക്ക് തൻ്റെ രക്ഷ നൽകി തന്നതുകൊണ്ടാണ്. സമ്പൂർണ്ണമായി ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ടാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അത് മായുന്ന ഒരു ക്ഷമയല്ല ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വീണ്ടും ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. മൂന്നാം അധ്യായം 6-ാം വാക്യം.
3-ാം അധ്യായം 6-ാം വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കുമ്പോൾ, അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന വചനം സാക്ഷാത്കരിക്കുന്നതിലൂടെ അത് പറയുന്നു. ഇത് വീണ്ടും ജനിച്ചതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയിൽ ആശ്ചര്യപ്പെടേണ്ട, അത് വിചിത്രമാണെന്ന് കരുതരുത്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ടത് വളരെ വിചിത്രമാണെന്ന് കരുതുന്നവരും നിങ്ങളുടെ ഇടയിലുണ്ട്. ഈ ആളുകൾക്ക് വളരെ തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലുമുണ്ട്. വിചിത്രമെന്ന് പറയട്ടെ, വീണ്ടും ജനിക്കുമ്പോൾ അവർ അവരുടെ ഹൃദയത്തിൽ ഒരുതരം വിചിത്രമായ വികാരം പ്രതീക്ഷിക്കുന്നു. വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കുവാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇത് വിചിത്രമായ ഒന്നല്ല, അതിൽ വിചിത്രമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? 8-ാം വാക്യം നോക്കുക. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ഇതുപോലെ ആകുന്നു എന്നുത്തരം പറഞ്ഞു. നാം വീണ്ടും ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ഇവിടെ കാറ്റിനോട് ഉപമിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് കാറ്റിൻ്റെ അലർച്ച കേൾക്കാം. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാറ്റിനെ കാണുവാൻ കഴിയില്ല. കാറ്റ് എവിടെ നിന്നാണ് വന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ നിങ്ങൾക്കറിയില്ല. അതിൻ്റെ ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കുന്നു. അതിവിടെ പറയുന്നു, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ തന്നെ ആകുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൽ ജനിക്കുമ്പോൾ നമ്മൾ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ശാരീരികമായി ഒന്നും അനുഭവപ്പെടുന്നില്ല. അത് എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്ക് പോകുന്നതെന്നോ നമ്മൾക്കറിയില്ല. നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന യാതൊന്നും നാം അറിയുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എന്താണ്? അത് ബൈബിളിലെ വാക്കുകളാണ്, വചനമാണ്. ബൈബിളിലെ വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. കാരണം ബൈബിളിലെ വാക്കുകൾ പരിശുദ്ധാത്മാവിലൂടെ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനത്തിൽ നാം സംതൃപ്തരായിരിക്കണം. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കണം. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി 14-ാം വാക്യം നോക്കാം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും തന്നെ. എന്താ അതിന് അർത്ഥം? നമുക്ക് സംഖ്യാപുസ്തകം 21 തിരിക്കാം. പഴയ നിയമത്തിലാണ്. സംഖ്യാപുസ്തകം 21 അതിന് 4 മുതലുള്ള വാക്കിൽ നിന്ന് വായിക്കുന്നു. പിന്നെ അവർ ഏദോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വന്ന് മരുഭൂമിയിലൂടെ കനാൻ ദേശത്തേക്ക് പോവുകയായിരുന്നു.
അവർക്ക് ധാരാളം കഴിക്കാനുണ്ടായിരുന്നില്ല. യാത്ര ദുഷ്കരമായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോടും ദൈവത്തോടും പരാതി പറഞ്ഞു, നീ ഞങ്ങളെ കൊല്ലുവാൻ നോക്കുകയാണോ? അങ്ങനെ ദൈവം അഗ്നിസർപ്പങ്ങളെ കുറ്റിക്കാട്ടിൽ നിന്ന് അയച്ചു. ഈ സർപ്പങ്ങൾ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു വന്ന് ആളുകളെ കടിച്ചു. ചിലർ മരിച്ചു, ചിലർ മരിക്കുന്നു. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി ഇസ്രായേലിയർ പശ്ചാത്തപിച്ചു. അവർ മോശയുടെ അടുക്കൽ വന്ന് തങ്ങൾ പാപം ചെയ്തുവെന്ന് പറയുകയും സർപ്പങ്ങളെ നീക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം മോശയോട് ഒരു വെങ്കല സർപ്പത്തെ ഉണ്ടാക്കി ഒരു തണ്ടിൽ വയ്ക്കുവാൻ പറഞ്ഞു. ഇവിടെയാണ് തണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. മോശെ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി അതിൽ ഉയർത്തി. കടിയേറ്റവർ ഈ പാമ്പിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് ദൈവം പറഞ്ഞതായി മോശ ജനങ്ങളോട് പറഞ്ഞു. അവൻ മരിക്കുകയില്ല, ജീവിക്കും. ഇതാ ഒരു വ്യക്തി, അവനിവിടെ നിലത്ത് നിൽക്കുന്നു. അവനെ ഇവിടെ കടിച്ചിരിക്കുന്നു. അവൻ സർപ്പത്തെ നോക്കുന്നു. അങ്ങനെ അവൻ സുഖം പ്രാപിച്ചു. എന്നാൽ ഇവിടെ മറ്റൊരാളുണ്ട്. അവൻ കേൾക്കുന്നില്ല. തല ഉയർത്തി നോക്കിയാൽ സുഖം പ്രാപിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. സർപ്പത്തിൽ നിന്ന് വിഷം വരുന്നില്ലെന്നും അതിൽ നിന്ന് വെളിച്ചം വരുന്നില്ലെന്നും അയാൾക്ക് കാണാം. അതുകൊണ്ട് അവൻ തല ഉയർത്തി നോക്കുവാൻ വിസമ്മതിക്കുന്നു. അവൻ തൻ്റെ മുറിവിലേക്ക് മാത്രം താഴേക്ക് നോക്കുന്നു. അങ്ങനെ അവൻ മരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഈ മനുഷ്യൻ സർപ്പത്തെ നോക്കി, പക്ഷേ അതിൽ നിന്ന് വെളിച്ചം വരുന്നില്ല. അവൻ്റെ മുറിവുണക്കാൻ അതിൽ നിന്ന് ഒരു മരുന്നും വരുന്നില്ല. എന്നാൽ ദൈവം തീർച്ചയായും പറഞ്ഞു, നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾ ജീവിക്കും. എന്നാൽ ഈ വ്യക്തി ആ വാക്കുകൾ വിശ്വസിച്ചില്ല. അയാൾ തല ഉയർത്തി നോക്കിയില്ല. അതിനാൽ അവൾ മരിച്ചു. ഈ മനുഷ്യന് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? ഈ വ്യക്തി എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. അവൻ എങ്ങനെ സുഖപ്പെട്ടുവെന്നോ എങ്ങനെ ജീവിച്ചുവെന്നോ അവൻ അറിയില്ല. അവന് തീരെ ഒന്നും അറിയില്ല. എന്നാൽ ദൈവം മേലോട്ട് നോക്കുവാൻ പറഞ്ഞതിനാൽ അവൻ മേലോട്ട് നോക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ സർപ്പം യേശുവിനെ പ്രതിനിധീകരിക്കുന്നു. യേശു നമ്മുടെ എല്ലാ പാപങ്ങളും സ്വയം ഏറ്റെടുത്തു. അതിനാൽ അവൻ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിൻ്റെ വിധി അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. കാരണം അവൻ നമ്മുടെ എല്ലാ പാപങ്ങളും സ്വയം ഏറ്റെടുത്തു. അങ്ങനെ നാം കുരിശിലേക്ക് നോക്കിയാൽ നാം ജീവിക്കുന്നു. അതിനാൽ നിങ്ങൾ എങ്ങനെ സുഖം പ്രാപിച്ചുവെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ ബൈബിൾ വായിക്കുകയും ബൈബിൾ പഠിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയും. യേശുവിനെ നോക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും ഇന്നും നിങ്ങൾ തുടർച്ചയായി കേൾക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും തോന്നാൽ നിങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വിചിത്രമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഒരാൾ തന്നെ നോക്കുന്നു. അതിന് ശേഷം ആവർത്തിക്കുക, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരാണ് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട്? ദൈവം ഇത് പറഞ്ഞതിനാൽ അവൻ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുകയോ അതോ അല്ലയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വന്തം പാപങ്ങൾ ചുമക്കുവാൻ അതിൻ്റെ ഫലമായി കഷ്ടപ്പെടുവാൻ ശ്രമിക്കുന്നത്? വീണ്ടും എനിക്ക് ശേഷം ആവർത്തിക്കുക, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമുക്ക് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. യേശുവിൻ്റെ രക്തത്താൽ നാം എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ അതോ ഇല്ലയോ? ഇതാണ് പറയുന്നത്. ദൈവം ഇപ്രകാരം പറഞ്ഞതിനാൽ നമ്മോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളോട് ക്ഷമിച്ചിട്ടില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ദയവായി എനിക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുക. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. എന്നാൽ അവൻ
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ആ പാപങ്ങൾ എങ്ങനെ അപ്രത്യക്ഷമായെന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയില്ല. നമ്മൾ ഒന്നും അറിയില്ല. പക്ഷേ അവൻ ഇത് ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെ എനിക്കത് പോരെ? എനിക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുക, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയും. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മനുഷ്യൻ ദൈവവചനം വിശ്വസിച്ചു. അവൻ കുരിശിലേക്ക് നോക്കി. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. അതാണ് അവസാനം. ഇംഗ്ലീഷിൽ അത് ദ എൻഡ് എന്ന് പറയുന്നു, അവസാനം. അതാണ് അതിൻ്റെ അവസാനം. ഇനി നമുക്ക് യോഹന്നാൻ അധ്യായം 3 തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 3:16 വാക്യത്തിൽ നിന്ന് വായിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഇവിടെ നോക്കുക, 2000 വർഷം മുമ്പ് യേശു വന്നത് ലോകത്തെ കുറ്റം വിധിപ്പാനല്ല, അവൻ ലോകത്തെ രക്ഷിക്കുവാൻ വന്നു. യേശു 2ാം പ്രാവശ്യം വരുമ്പോൾ വിധിക്കുവാനായി വരും. എന്നാൽ 2000 വർഷം മുമ്പ് യേശു വന്നപ്പോൾ അവൻ രക്ഷിക്കുവാൻ വന്നു. അവൻ വീണ്ടും വരുമ്പോൾ വിശ്വസിക്കാത്തവരുടെ ലോകത്തെ വിധിക്കുവാൻ അവൻ വരും. അതിനാൽ യേശു ഇതുവരെ 2ാം തവണ വന്നിട്ടില്ലാത്തതിനാൽ 2000 വർഷം മുമ്പ് യേശു വന്ന് നമ്മെ രക്ഷിച്ചു എന്ന വസ്തുതയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമുക്ക് ലഭിച്ച രക്ഷ. വാക്യം 18 നോക്കുക. എനിക്ക് ശേഷം ആവർത്തിക്കുക, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. നിങ്ങൾ ന്യായം വിധിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നിങ്ങൾക്ക് ഉറപ്പാണോ? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം വാക്യം 24. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇത് നോക്കുക, ആമേൻ ആമേൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അതിനർത്ഥം അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയായിരുന്നു. എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുന്നവൻ. ഈ സമ്മേളനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടു. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ, എന്നെ അയച്ചവൻ, ഇതാണ് ദൈവം. യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ്റെ രക്തം ചൊരിയുവാനും കുരിശിൽ മരിക്കാനുമാണ്. 3 ദിവസം കഴിഞ്ഞ് അവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അവനിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം യേശുവിനെ നോക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. നാം യേശുവിലേക്ക് നോക്കുമ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവസ്നേഹം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുന്നു. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുവെന്നും നാം തിരിച്ചറിയുന്നു. ഈ ലോകം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഇതെല്ലാം നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു. അവൻ മരിച്ചവരെ വീണ്ടും ജീവിപ്പിച്ചു. ഏതാനും വാക്കുകൾ കൊണ്ട് അദ്ദേഹം രോഗികൾ സുഖപ്പെടുത്തി.
അവൻ തിരമാലകളെയും കാറ്റിനെയും കുറച്ച് വാക്കുകൾ കൊണ്ട് ശാന്തമാക്കുന്നു. അതിനാൽ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണെന്നും അവൻ ദൈവപുത്രനാണെന്നും. യേശുവിനെ നോക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. യേശുവിലൂടെ നമുക്ക് സത്യദൈവത്തെ അറിയുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ, യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവൻ. ഇവിടെ നോക്കൂ, യേശുവിനെ നോക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് ഇന്നലെ നാം മനസ്സിലാക്കി. നാം നിത്യജീവൻ പ്രാപിക്കുന്നുവെങ്കിൽ അത് ദൈവേഷ്ടം ചെയ്യുന്നു. അത് ദൈവേഷ്ടമാണ്. ജീവിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്നു. അതല്ലേ പറയുന്നത്? ഇത് സ്വാഗതാർഹമായ വാർത്തയാണ്. ഇത് നമുക്ക് ശരിക്കും സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും സ്വാഗതാർഹമായിരിക്കുന്ന സന്തോഷപ്രദമായ വാർത്തകൾ മറ്റെവിടെയെങ്കിലും നമുക്ക് കേൾക്കുവാനാകുമോ? വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് നിത്യജീവനുണ്ട്, അതാണ് അർത്ഥമാക്കുന്നത്, അല്ലേ? കാരണം ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവൻ വിധിക്കപ്പെടുകയില്ല. എന്നാൽ എനിക്ക് ശേഷം ആവർത്തിക്കുക, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നതിനാൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് സത്യമല്ലേ? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഓർക്കുക, വീണ്ടും ജനിക്കുന്നത് വിചിത്രമല്ല. എനിക്ക് ശേഷം ആവർത്തിക്കുക, 17-ാം അധ്യായത്തിന് 3-ാം വാക്യം. ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നിങ്ങൾ ദൈവത്തെയും യേശുവിനെയും അറിഞ്ഞിട്ടുണ്ടോ? അതാണ് നിത്യജീവൻ. ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇതാണ് നിത്യജീവൻ. ഇനി നമുക്ക് എഫേസ്യർ 2-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. എഫേസ്യർ 2-ാം അധ്യായം എഫേസ്യർ 2-ാം അധ്യായം വാക്യം 8. വാക്യം 8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. രക്ഷ പ്രവൃത്തികളുടെ ഫലമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് രക്ഷിക്കുവാനാവില്ല. രക്ഷ ഒരു ദാനമാണ്, അതൊരു സമ്മാനമാണ്. ഒരു സമ്മാനത്തിന് നിങ്ങൾ പണം നൽകേണ്ടതുണ്ടോ? അതോ സൗജന്യമാണോ? നിങ്ങൾ പണം നൽകിയാൽ അതൊരു സമ്മാനമല്ല. ഒരു സമ്മാനം സൗജന്യമായി ലഭിക്കും. രക്ഷ ഒരു ദാനമായതിനാൽ അത് സൗജന്യമായി ലഭിക്കുന്നു. എനിക്ക് ശേഷം ആവർത്തിക്കുക, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സമ്മാനം സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആർക്കെങ്കിലും ഒരു സാധനം സമ്മാനമായി നൽകിയാൽ അവർ അത് കൈനീട്ടി സ്വീകരിക്കുന്നു. എന്നാൽ രക്ഷ ഒരു ഭൗതിക വസ്തുവല്ല. രക്ഷ ഒരു ഭൗതിക വസ്തു അല്ലാത്തതിനാൽ രക്ഷ ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് വിശ്വസിക്കുവാനുള്ള ഒരു മാർഗമാണ്. സ്വീകരിക്കുകയാണ് വിശ്വാസം. വിശ്വസിക്കുന്നത് രക്ഷ പ്രാപിക്കുക എന്നതാണ്.
ബൈബിളിൽ നിന്ന് ഒരു വാക്യം കൂടി വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. എനിക്ക് ശേഷം ആവർത്തിക്കുക. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇത് ശരിക്കും വിചിത്രമല്ലേ? ഒന്നാമതായി ഇതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മരിച്ച ഒരാൾക്ക് എങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ 3 ദിവസത്തിന് ശേഷം അവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ കഴിയില്ല. അതിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഇത് സഹായിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടാണിത്? കാരണം യേശു ഇപ്പോഴും മരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷകനാകുവാൻ അവന് കഴിയില്ലായിരുന്നു. അവൻ മരിച്ചപ്പോൾ നിങ്ങളുടെ പാപം കുഴിച്ചു മൂടി. എന്നാൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ അവന് നിങ്ങളുടെ രക്ഷകനാകുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ പുതിയ ജീവിതമാകുവാൻ അവന് കഴിയുകയില്ല. അതുകൊണ്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടതായി നാം വായിക്കുന്നു. ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. ഒരുപക്ഷെ ഇതൊരു ഭൂതമാണെന്ന് കരുതി. എന്നാൽ യേശു അവരോട് പറയുന്നു, ഞാൻ തന്നെ ആകുന്നു, എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ. അവൻ പറയുന്നു, എനിക്ക് മാംസവും അസ്ഥിയും ഉണ്ടെന്ന് നിങ്ങൾ തൊടുവാൻ കഴിയില്ല. ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശരീരത്തിൽ മാംസവും അസ്ഥിയുമുണ്ട്. ശിഷ്യന്മാർക്ക് ഇതുപോലും വിശ്വസിക്കുവാൻ കഴിയാത്തതിനാൽ തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവന് വറുത്ത മീൻ കൊണ്ടുവന്നു. അവനത് വാങ്ങി അവരുടെ മുൻപിൽ വെച്ച് തിന്നു. അങ്ങനെ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അവൻ അവർക്ക് വ്യക്തമായി തെളിയിച്ചു. പിന്നീട് അവൻ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി. യേശു ജീവിച്ചിരിക്കുന്നതിനാൽ അവൻ നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷകനാണ്. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനാണ്. എന്നാൽ ഇവിടെ അത് പറയുന്നു, യേശു മാത്രം കർത്താവാണെന്ന്. കർത്താവ് എന്നാൽ രക്ഷകൻ എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് നാം ഇവിടെ അവകാശപ്പെടുവാനുള്ളതാണ്. കർത്താവ് ഇപ്പോൾ ജീവിക്കുന്നു. അവൻ എൻ്റെ രക്ഷകനാണ്. അത് നിൻ്റെ വായ് കൊണ്ട് നീ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. ദയവായി എല്ലാവരും തലകുനിക്കുക. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ദൈവവചനം ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിലെ പാപങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ പാപമോചനം നേടുകയും യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്നും ദൈവം നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായും മറച്ച് നിങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നുവെന്നും യാതൊരു മടിയും കൂടാതെ നിങ്ങളുടെ വായ കൊണ്ട്
ഏറ്റുപറയുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളിത് തീർച്ചയായും വിശ്വസിക്കുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ രക്തം ചൊരിയുകയും ചെയ്തു. ഞങ്ങളിത് വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുവാൻ നിരവധി സാക്ഷികളുടെ മുൻപാകെ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നു. കാണാതെ പോയതും കണ്ടെത്തിയതുമായ ഒരാടിനെ ചൊല്ലി നിങ്ങൾ ഇപ്പോൾ അത്യന്തം സന്തോഷിക്കുന്നു. അല്ലാതെ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത 99 അധികം പിതാവായ ദൈവമേ, മുടിയനായ പുത്രനെ തിരികെ സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച പിതാവാണ് നിങ്ങൾ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ അത്ഭുതകരമായ സത്യം, ഈ അവിശ്വസനീയമായ പ്രവൃത്തി അറിയാതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇതറിയാതെ ജീവിച്ചിരുന്നുവെങ്കിൽ നാം അനിവാര്യമായും നരകത്തിലേക്ക് നയിക്കപ്പെടുമായിരുന്നു. എന്നാൽ അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഈ അവസരം തന്നിരിക്കുന്നു. ഞങ്ങൾ ദൈവവചനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വരുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ഈ സമയത്ത് ധാരാളം പുത്രന്മാർ നിങ്ങളുടെ അടുക്കൽ മടങ്ങിയെത്തി. അങ്ങ് അവരെ സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും നന്ദിയുള്ളവരാണ്. ഇനി മുതൽ ഇവർ അങ്ങയുടേതാണ്. പിശാചിൻ്റെ പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും വീഴാതിരിപ്പാൻ അങ്ങ് അവരെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഇന്നു മുതൽ അങ്ങയുടെ വചനപ്രകാരം ജീവിക്കേണ്ടതിന് അവരെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അവർ തങ്ങളുടെ വിശ്വാസ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങയുടെ വചനത്തിലൂടെ അവർ അറിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മടങ്ങിവരൻ്റെ നാൾ വരെ അവർ വിശ്വാസത്തിൻ്റെ മനോഹരമായത് ജീവിതം നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം പഠിക്കുവാനുള്ള ഈ അവസരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങയുടെ വചനത്തിലെ സത്യം ഇനിയും തിരിച്ചറിയാത്തവരും രക്ഷയുടെ ഉറപ്പ് ഹൃദയത്തിലില്ലാത്തവരുമായ ചിലരുണ്ട്. കർത്താവേ, അവരുടെ ആത്മാക്കളോട് നീ കരുണ കാണിക്കുകയും അവരുടെ ഹൃദയം തുറക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർക്ക് നിങ്ങളുടെ വചനം സ്വീകരിക്കുവാൻ കഴിയും. അതിനായി അവർക്ക് വിനീത ഹൃദയങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാം. നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിട്ടും ഇപ്പോഴും അവരുടെ ഹൃദയത്തിലെ പ്രശ്നം പരിഹരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം കൗൺസിലിംഗ് സ്വീകരിക്കുകയും ഒരാളുമായി പരസ്പരം സംസാരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇവാഞ്ചലിക്കൽ കോൺഫറൻസുകളിൽ ഒന്നെങ്കിൽ പങ്കെടുക്കുക എന്നതാണ്. ഈ കോൺഫറൻസുകളിൽ ഭക്ഷണവും റൂമും താമസവും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വാക്ക് കേൾക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലോകത്തിൽ ഹൃദയം പിടഞ്ഞതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരം സമ്മേളനങ്ങളിലൂടെ രക്ഷപ്രാപിപ്പാൻ കഴിയുന്ന നിരവധി പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവയിൽ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളിപ്പോൾ കൂടുതൽ സമയമില്ല. പക്ഷേ സ്നാനപ്പെടേണ്ടത് എന്തുകൊണ്ടാണെന്ന്, രക്ഷയ്ക്ക് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും ചുരുക്കമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമ്മൾ നമ്മുടെ സമ്മേളനം അവസാനിപ്പിക്കും. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ രക്ഷപ്പെട്ടാൽ അത് അവസാനിക്കുമെന്ന് ചിലർ കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് അവസാനം. പക്ഷേ ആ അവസാനം പാപത്തിൻ്റെ അവസാനമാണ്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അവസാനമല്ല. രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ചെറിയ കുഞ്ഞായി വീണ്ടും ജനിക്കലാണ്. അതിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ വളരാൻ അമ്മയുടെ പാൽ കുടിക്കണം. അമ്മയുടെ പാൽ കുടിച്ച് വളരുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ അമ്മയുടെ പാൽ കുടിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോറും മറ്റ് കട്ടിയുള്ള ഭക്ഷണങ്ങളും കഴിക്കുവാൻ കഴിയും.
ബൈബിൾ ഇത് വളരെ വിശദമായി വിവരിക്കുന്നു. നിങ്ങൾ ഇത് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ വളർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. നിങ്ങൾ വളർന്നില്ലെങ്കിലും നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ അമ്മയുടെ പാൽ കുടിക്കുകയാണെങ്കിൽ അമ്മയുടെ മുലയിൽ നിന്നാണ് പാൽ വരുന്നത്. അമ്മയുടെ മുലയിൽ നിന്നാണ് പാൽ വരുന്നത്. പക്ഷേ അമ്മയുടെ മുലയിൽ നിന്ന് തുടർച്ചയായി വരുന്നില്ല. ഒരമ്മ പ്രസവിക്കുമ്പോൾ മാത്രമാണ് അവൾ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കാത്ത ഒരു സ്ത്രീയും മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലേ? അപ്പോൾ അമ്മ എന്താണ്? അമ്മ സഭയാണ്. ദൈവം പിതാവും സഭ അമ്മയുമാണ്. സഭ അമ്മയാകാൻ കാരണം പരിശുദ്ധാത്മാവ് സഭയിലുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഭ അമ്മയും സ്ത്രീയുമാണ്. കുഞ്ഞ് ജനിക്കുന്നിടത്താണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷയുടെ പ്രവർത്തനം നടക്കുന്ന പള്ളിയിൽ മാത്രമേ മുലപ്പാൽ ലഭിക്കൂ. ഒരു കൂട്ടം ആളുകൾ തങ്ങൾ ഒരു പള്ളിയാണെന്ന് പറഞ്ഞാലും ആളുകൾ രക്ഷിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയും ഇല്ലെങ്കിൽ അവിടെ സ്വീകരിക്കുവാൻ മുലപ്പാൽ ഉണ്ടാകില്ല. പുതുതായി രക്ഷിക്കപ്പെട്ട വ്യക്തിക്കാണ് വേണ്ടത്. ഈ കുഞ്ഞിന് ലഭിക്കേണ്ട മുലപ്പാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നിടത്ത് മാത്രമേ അമ്മയുടെ പാൽ ലഭിക്കൂ. രക്ഷയ്ക്ക് ശേഷം നിങ്ങൾ ബൈബിൾ ശരിയായി അറിയുകയും ബൈബിൾ ശരിയായി നയിക്കുകയും വേണം. ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വിഷയം സ്നാനത്തിൻ്റെ കാര്യമാണ്. എന്തുകൊണ്ടാണ് നാം സ്നാനപ്പെടുന്നത്? ഇതാണ് ചോദ്യം. ഗലാത്യർ 3:27 നാം നേരത്തെ വായിച്ചിരുന്നു. എന്തെന്നാൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇതാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകൾ തങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ തുടക്കം തന്നെ സ്നാനമാണ് ഏറ്റവും പ്രധാന കാര്യം. നിങ്ങൾ സ്നാനമേൽക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ വിശ്വാസ ജീവിതം നയിക്കുവാനാകും. നിങ്ങൾ സ്നാനമേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്ര ധൈര്യമായിരിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഇത് മനസ്സിൽ പിടിക്കേണ്ടതുണ്ട്. കാരണം സ്നാനം ശരിയായതുകൊണ്ടാണ്. യേശു തന്നെ സ്നാനമേറ്റു. നമുക്ക് മത്തായി സുവിശേഷം 3 തിരിക്കാം. മത്തായി സുവിശേഷം 3 മുതൽ ഞാൻ വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയത്. 16 പറയുന്നു, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അവൻ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം അവൻ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്നല്ലേ? അത് ശരിയല്ലേ? തീർച്ചയായും യേശു വെള്ളത്തിലേക്ക് ഇറങ്ങി, എന്നിട്ട് വെള്ളത്തിൽ നിന്ന് കയറി. പിന്നെ എന്തിനാണ് ആളുകൾ കസേരയിലിരുന്ന് ഇതുപോലെ അല്പം വെള്ളമെടുത്ത് തലയിൽ തളിച്ച് സ്നാനം എന്ന് പറയുന്നത്?
എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്? അത് ആളുകൾക്ക് സൗകര്യപ്രദമായത് കൊണ്ടാണ്. ഇത് ആളുകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ ഇതല്ല ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. യേശു നമുക്ക് മാതൃകയാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും മാനദണ്ഡമാണ്. യേശു സ്നാനമേറ്റെങ്കിൽ ഈ സ്നാനം നമുക്കും മാതൃകയാണ്. അത് ശരിയല്ലേ? യേശു സ്വീകരിച്ച അതേ സ്നാനം നമുക്കും ലഭിക്കുന്നുവെന്നത് എത്ര മഹത്വമുള്ള കാര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും യേശുവിനെ സ്നാനം ചെയ്തതുപോലെ സ്നാനപ്പെടുത്തുവാൻ കഴിയും. ഇത് നമുക്ക് മഹത്തായ മഹത്വവും വലിയ അനുഗ്രഹവുമാണ്. അത്തരമൊരു കാര്യം സ്വീകരിക്കുവാൻ ഞാൻ ആരാണ്? എന്നെപ്പോലുള്ള ഒരു പാപിക്ക് യേശുവിനെ പോലെ സ്നാനമേൽക്കുവാൻ കഴിയും. ഇത് മഹത്വകരമായ ഒരു അനുഗ്രഹവും മഹത്വവുമുള്ള ഒരു കാര്യവുമാണ്. എന്നാൽ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വളരെ കുറവാണ്. യേശു സ്നാനമേറ്റു, പക്ഷേ അവർക്ക് ഒരു തളിക്കൽ ലഭിക്കുന്നു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഞാൻ രക്ഷിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ കരുതി. ഇത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു പാസ്റ്ററായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് തന്നെ ഞാൻ സ്നാനമേൽക്കണമെന്ന് ബൈബിൾ പറഞ്ഞതായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അറിഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ രക്ഷിക്കപ്പെടാത്തതിനാൽ അത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ സ്നാനമേറ്റ ഉടൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ സ്നാനത്തിൻ്റെ കാര്യം എനിക്കൊരു പ്രശ്നമായി തീർന്നു. യേശു സ്നാനമേറ്റു, അപ്പോൾ ഞാനും ഏൽക്കേണ്ടതല്ലേ? ഈ പ്രശ്നം കാരണം വളരെ നാളായി എൻ്റെ ഹൃദയത്തിൽ ഒരു പോരാട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൈവം എന്നെ വല്ലാതെ ശാസിച്ചു. പിന്നെ പകുതി ദിവസം ഞാൻ കരഞ്ഞു. അങ്ങനെ ഞാൻ ദൈവം മുൻപാകെ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ സ്നാനമേറ്റാൽ എന്നെ പ്രസ്ബിറ്റേറിയൻ സഭയുടെ പാസ്റ്ററായി എന്നെ പുറത്താക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. എനിക്ക് സ്വത്തുക്കളൊന്നുമില്ല. എനിക്ക് 8 പേരുള്ള കുടുംബമുണ്ട്. എനിക്ക് 6 കുട്ടികളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും ആവശ്യമാണ്. എന്നെ പുറത്താക്കിയാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, പട്ടിണി കിടന്ന് മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നതിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ അങ്ങനെയാകട്ടെ. ഞാൻ ഈ തീരുമാനമെടുത്തു. ഞാൻ സ്നാനമേറ്റു. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വഹിക്കേണ്ട കുരിശായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ആ സമയത്ത് ഞാൻ അങ്ങനെ അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതം അവസാനിക്കുമായിരുന്നു. എൻ്റെ വിശ്വാസ ജീവിതം അവസാനിക്കുമായിരുന്നു. തുടക്കത്തിൽ ആ വലിയ പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. അതിൻ്റെ ഫലമായി അത് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പാതയിൽ എനിക്ക് ഇതുവരെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞു. അന്ന് ഞാൻ ചെയ്തതിൽ ഞാൻ ഒരിക്കലും ഖേദിച്ചിട്ടില്ല. അത് വളരെ ഭാഗ്യകരമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. യേശു സ്വീകരിച്ച സ്നാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അത് അനുസരണത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ വന്നേക്കാം, പക്ഷെ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ട്. നമുക്ക് മത്തായി സുവിശേഷം 28 തിരിക്കാം. അധ്യായം 28. ഞാൻ 16 വാക്യം മുതൽ വായിക്കുന്നു. പതിനാറാം വാക്യം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ പറയുന്നത് എന്തെന്ന് നോക്കൂ.
യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ദൈവത്തിൽ നിന്ന് അവന് ലഭിച്ചു. യേശുവിൻ്റെ കൽപ്പന ഇതാ: ഈ ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു അധികാരം നൽകിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിരിക്കും. എന്നാൽ ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും ലഭിച്ച യേശു എല്ലാ ജനതകളിലേക്കും പോയി അവരെ പഠിപ്പിക്കുവാനും അവരെ ശിഷ്യന്മാരാക്കുവാനും ഈ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നു. അവർക്ക് രക്ഷ ലഭിക്കുവാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ കൽപ്പന അനുസരിക്കുവാനുള്ള ഒരു മാർഗമായി നാം സ്നാനങ്ങൾ നടത്തുന്നു. സ്നാനം നൽകുന്നവർ ഈ കൽപ്പന അനുസരിക്കുന്നു. സ്നാനം സ്വീകരിക്കുന്നവർ ഈ കൽപ്പന അനുസരിക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഇതാണ് യേശുവിൻ്റെ കൽപ്പന. ഇനി നമുക്ക് യോഹന്നാൻ സുവിശേഷം അധ്യായം 3 തിരിക്കാം. മൂന്നാം അധ്യായം 22 വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 3 അധ്യായം 22. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഏനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. ഇവിടെ നോക്കുക, എന്തുകൊണ്ടാണ് അവർ ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് പോയി അവിടെ സ്നാനം കഴിപ്പിച്ചത്? അവർ വെള്ളത്തിൽ ഇറങ്ങി വീണ്ടും മുകളിലേക്ക് വരേണ്ടതായിരുന്നു അതിന് കാരണം. അതിനാൽ നിങ്ങൾ യോർദാൻ നദിയിൽ സ്നാനമേറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കടലിൽ സ്നാനമേൽക്കാം. വെള്ളത്തിനടിയിൽ മുങ്ങുവാൻ കഴിയുന്ന എല്ലായിടത്തും ഏതൊരു ഇടത്തും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി ഒരു സ്നാനം നടത്തുവാൻ പോകുന്നു. സ്നാനത്തിൻ്റെ ആഴത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഇനിയും ധാരാളമുണ്ട്. നമ്മൾ ഈ സ്നാനം നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കാം. എന്നാൽ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ നിർത്തുകയാണ്.